എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ മുന്നിലെ അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെയാണ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ക്യാമ്പയിനിൽ കാണാത്തതിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സജീവമാവുകയാണോ? തീർച്ചയായും കോൺഗ്രസിന് വലിയൊരു പ്രാധാന്യം സമൂഹത്തിലുണ്ട്. അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായി ഇരിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ ഇന്ന് ആലുവ MLAയും എന്റെ സുഹൃത്തുമായ അൻവർ സാദത്തിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ വന്നിട്ടുള്ള ഭവന സന്ദർശന പരിപാടിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം UDFന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്നു. തീർച്ചയായും അതിനുവേണ്ടി പ്രവർത്തിക്കുക, ഏറ്റവും വലിയ ലീഡിൽ നമ്മുടെ സ്ഥാനാർത്ഥിയിൽ വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വേറെ മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ടോ പ്രചാരണത്തിന്? തീർച്ചയായും. ഇന്നലെ ഞാൻ കോട്ടയത്ത് പോയി, കോതമംഗലത്ത് പോയി, പെരുമ്പാവൂർ പോയി, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറം മോൻസ് ജോസഫിന്റെ മണ്ഡലത്തിൽ പോയി. എല്ലാ മണ്ഡലങ്ങളിലും പോയി UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. മറ്റ് അഭ്യൂഹങ്ങളൊന്നും തന്നെയില്ല, എല്ലാം തന്നെ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു, എല്ലാം സെറ്റിൽഡാണ്. എൽദോസിന്റെ നിറഞ്ഞ ചിരിയിൽ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി എല്ലാം വളരെ വ്യക്തമാണ്. കാരണം തന്നെക്കുറിച്ച് ഇനി അഭ്യൂഹങ്ങളില്ല, വളരെ സജീവമായിട്ട് തന്നെ പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുമെന്ന ഒരു ഉറപ്പ് കൂടിയാണ് എൽദോസ് നൽകുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, News 18.